തിരുപ്പതിയിലേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ മെസ്സേജസിൻ്റെ ഒരു ബഹളാട്ടോ. എങ്ങനെയാ, ഏതാ, എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പറയാൻ അറിയത്തില്ല. ഞങ്ങൾക്കിവിടെ ആളുണ്ട്, അവരോട് നേരത്തെ വിളിച്ച് പറയും, അവർ കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് വയ്ക്കും. അല്ലാതെ വരുന്നവർക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. 100 രൂപ, 500 രൂപ, 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ആ VIP ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് 6 മാസം മുന്നേ തന്നെ അവർ അവരുടെ സൈറ്റിലിടും. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ ഫ്രീ ദർശനം എപ്പോൾ ആര് വന്നാലും കയറി തൊഴാൻ പറ്റും. പക്ഷെ അതിൻ്റെ സമയം വളരെ വലുതാണ്. ചിലപ്പം ഒരു ദിവസം വരെയൊക്കെ നമ്മൾ ആ ക്യൂവിൽ നിൽക്കേണ്ടി വരും. എന്നിരുന്നാലും ആ ക്യൂവിലകത്ത് തന്നെ നമുക്ക് ഇരിക്കാനും കിടക്കാനും ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നതല്ല, നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ റൂം മുകളിൽ തന്നെ വേണമെങ്കിൽ അത് ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ താഴെ റൂം എടുക്കാൻ പറ്റും. പിന്നെ റൂം വേണ്ട എങ്കിൽ ഇവിടെ കിടക്കാനൊക്കെ ഉള്ള സൗകര്യം എവിടെ വേണോ കിടക്കാം, ആരും ഒന്നും പറയത്തില്ല. ഇനി മുകളിൽ വന്നാൽ തിരുപ്പതി എന്ന് പറയുന്നത് ശരിക്കും താഴെയാണ്. തിരുമലയാണ് ഭഗവാൻ ഇരിക്കുന്നത്. തിരുമല വന്നാൽ നമുക്ക് ഒന്നിനും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. കിടക്കാനാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഷെഡ് പോലെയും മരത്തണലുകളൊക്കെ ആയിട്ട് നിറയെ സ്ഥലങ്ങളുണ്ട്. ആരും എണീറ്റ് പോകാനോ ഒന്നിനും പറയില്ല. ഭക്ഷണം 3 നേരവും അന്നദാനം ഉണ്ട്. വെള്ളം, ഫിൽറ്റേർഡ് വെള്ളം എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. ടോയ്ലറ്റും അതും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഫ്രീ ബസ് സർവീസ് അതുമുണ്ട്. നമുക്കിങ്ങനെ വന്നാൽ ഒരു കാശിന് ഒരു ചിലവില്ല. പിന്നെ റൂമൊക്കെ എടുക്കുന്നവർക്ക് റൂമിൻ്റെ എക്സ്പെൻസും, പിന്നെ സ്പെഷ്യൽ ദർശനമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വേറെ വാങ്ങി കഴിക്കണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഞാൻ കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള സ്ഥലങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാശ് കൊടുക്കാണ്ട് ഇഷ്ടാനുസരണം കിടക്കാം കേട്ടോ. ഭക്ഷണമൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അന്നദാന ഹോളുണ്ട്, അവിടെ പോയി കഴിക്കാം. അങ്ങനെയൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ബസ് സ്റ്റാൻഡ് വഴി വരുന്ന അവിടെയോ ഒക്കെ എന്തോ ടിക്കറ്റ്സ് കൊടുക്കും. അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ നടന്ന് താഴെ നിന്ന് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് സ്റ്റെപ്പ് കയറിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് പകുതി കവർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ടൈം അവർ തരും. അപ്പോൾ ഭഗവാനെ ചെന്ന് അധികം ക്യൂവിലൊന്നും നിൽക്കാണ്ട് കാണാൻ പറ്റും കേട്ടോ. നടന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അവരൊരു ടൈം അലോട്ട് ചെയ്യും. ആ ടൈമിൽ പോയി കണ്ടാൽ മതി. മേ ബി നമ്മൾ നടന്ന് കയറുമ്പോഴായിരിക്കും ആ ടൈം എങ്കിൽ അധികം ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. അത് പിന്നെ VIP ദർശനങ്ങളായാലും ചിലപ്പോഴൊക്കെ 1 മണിക്കൂറും 2 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ നിൽക്കേണ്ടിയും വരും കേട്ടോ. അതവിടുത്തെ തിരക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര മണിക്കൂർ ക്യൂ നിൽക്കണം എന്നുള്ളത്. ഒരിക്കൽ പോലും തിരക്കില്ലാത്ത ദിവസങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സോ വരുന്നവർക്ക് ടിക്കറ്റ് എടുത്താലേ വരാവൂ എന്നൊന്നുമില്ല. ഫ്രീ ദർശനത്തിനാണെങ്കിലും വരാം. നമുക്ക് കുറച്ച് സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്ക് വേണോ ഭഗവാനെ കാണാൻ വരാം, അതിലൊന്നും ഒരു തടസ്സമില്ല. പെട്ടെന്ന് വന്ന് തൊഴുതിട്ട് പോകണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരിക. അത് 6 മാസം മുന്നേ തന്നെ അവർ അലോട്ട് ചെയ്യും. അപ്പം നമ്മളത് ബുക്ക് ചെയ്തെടുക്കുക. അവരുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഫോളോ ചെയ്താൽ അവർ അലോട്ട് ചെയ്യുന്ന ടൈം പറയും. അപ്പം നമ്മൾ കയറി ബുക്ക് ചെയ്താൽ മതിയേ.